ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിലെ റണ്ണർ ആൻഡ് ചേസർ ഡൈനാമിക്കിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ബബിൾ ഫേസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫേസാണിത്. ഓരോ ജേർണിയും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഓരോ ജേർണിയുടെ യൂണിക്നെസ്സിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ഇവിടെ ചേസറായിട്ടിരിക്കുന്ന ഫെമിനൈൻ എനർജി, കാരണം കൂടുതൽ ജേർണീസിലും ചേസർ എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജി ആയിരിക്കും, റണ്ണർ എന്ന് പറയുന്നത് മസ്കുലൈൻ എനർജിയുമായിരിക്കും. അതായത് ചേസർ എനർജി എത്ര പെട്ടെന്ന് തൻ്റെ എനർജീനെ ബാലൻസ് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലും ഈ ഒരു ഫേസ് കുറച്ച് മാസങ്ങൾ തൊട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം റണ്ണറിന്, അതായത് മാസ്കുലൈൻ എനർജിക്ക് ഈ ഒരു എനർജി, ഇൻറ്റൻസ് എനർജീനെ, അതായത് അവർ അതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ്, ആ ഒരു റിലേഷൻഷിപ്സിലൂടെ വരുന്ന ഒരു ഇൻറ്റൻസ് എനർജീനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവർ ഈഗോ ബേസ്ഡ് ആയിട്ട് ആലോചിക്കുമ്പോൾ അവർ ഈ 3D വേൾഡിലെ റിയലിസ്റ്റിക് കാര്യങ്ങളാണ് അവരുടെ മുമ്പിലുള്ളതെന്ന് ആലോചിക്കുമ്പോൾ അവർ പെട്ടെന്നൊരു ദിവസം അവരുടെ കൗണ്ടർ പാർട്ടിനെ ഗോസ്റ്റ് ചെയ്യുകയോ മെസ്സേജസിനൊന്നും റിപ്ലൈ തരാതിരിക്കുകയോ ബ്ലോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് പോകുകയും ചേസർ ട്വിൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ, അതുവരെ ആ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടിയ ഒരു ലോകമാണ് സത്യമായ ലോകമെന്ന് വിശ്വസിച്ചിരുന്ന ആ ട്വിൻ ടോട്ടലി ഒരു സോൾ ഷോക്കിലേക്ക് വരികയും ചെയ്യുന്നു. ഇവിടെ തൊട്ടാണ് ആക്ച്വലി ഈ ഒരു ഫേസ് തുടങ്ങുന്നത് ഈ ജേർണിയിൽ. അപ്പം എല്ലാവർക്കും അറിയാം, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഒരു എനർജറ്റിക് കണക്ഷനാണ്. രണ്ടുപേരുടെയും എനർജി ഫീൽഡ് ഒന്നാണ്, കാരണം ഒരു സോൾ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ചക്രാസും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ എപ്പോഴാണോ ചേസർ ട്വിൻ ഒരു കൺട്രോളിൻ്റെ എനർജിയിൽ വരുന്നത്, ശരിക്കും പറഞ്ഞാൽ ഫിയർ ബേസ്ഡ് എനർജിയിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഷാഡോ സൈഡ്സ് ഒക്കെ അവർ കാണിക്കുമ്പോഴാണ് ഈ റണ്ണർ ട്വിൻ റൺ ചെയ്യുന്നത്. ആക്ച്വലി റണ്ണർ ട്വിൻ ചേസറിൽ നിന്നുമല്ല റൺ ചെയ്യുന്നത്, അവരുടെ ഒരു ഹയർ സെൽഫിൽ നിന്നുമാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ചേസർ ട്വിൻ ഇന്നർ വർക്ക് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, തൻ്റെ ഒരു എനർജി ടേക്ക് ബാക്ക് ചെയ്തിട്ട് തന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തൻ്റെ ഉള്ളിലുള്ള മസ്കുലൈൻ എനർജീനെ എപ്പോഴാണോ ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ പിന്നെയും ഈ മസ്കുലൈൻ എനർജി തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യുകയുമാണ് ആക്ച്വലി ഈ ഒരു ഡൈനമിക്കിൽ നടക്കുന്നത്. എന്നാൽ ഈ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം ഇനിഷ്യലി ഒരു ഇന്നർ വർക്ക് ചെയ്തൊന്നും ബാലൻസ് ആയിക്കൊണ്ട് വരുമ്പോൾ നമ്മൾക്ക് മസ്കുലൈൻ എനർജി പിന്നെയും കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും ഫെമിനൈൻ എനർജി ചേസിങ്ങിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് നമ്മളുടെ ഇന്നർ DF ബാലൻസ് ആകുന്നോടം വരെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. കാരണം ഫെമിനൈൻ എനർജി തൻ്റെ ഇന്നർ DM ആൻഡ് DFനെ ബാലൻസ് ചെയ്യുമ്പോൾ, തൻ്റെ ഉള്ളിലെ തന്നെ മസ്കുലൈൻ എനർജിനെയും ബാലൻസ് ചെയ്യുമ്പോൾ, മസ്കുലൈൻ എനർജിക്ക് തൻ്റെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജിയുടെ അഭാവം മനസ്സിലാവുകയും ഈ അഭാവം കൊണ്ട് ഈ ഒരു ലാക്കിൻ്റെ എനർജിയിൽ വന്ന് അവർ തിരിച്ചു വരികയുമാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഫെമിനൈൻ എനർജി തൻ്റെ ഇന്നർ DM ആൻഡ് DF ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഫിയർ ബേസ്ഡ് എനർജിയിൽ ഒരിക്കലും ഓപ്പറേറ്റ് ചെയ്യില്ല. അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പീസിൻ്റെ എനർജി ആയിരിക്കും, കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജി ആയിരിക്കും, ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഉള്ളിലെ ഷാഡോ സൈഡ്സ് ഒക്കെയും അപ്പോഴത്തേക്കും ഏകദേശം അവർ ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെയും, അതായത് ഫെമിനൈൻ എനർജി ടോട്ടലി ബാലൻസ്, ഇന്നർ DM ആൻഡ് DF ബാലൻസ് ചെയ്യുന്ന സ്റ്റേജ് വരെയും ഈ ഒരു റണ്ണർ ആൻഡ് ചേസർ ഫേസ് ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഫെമിനൈൻ എനർജിയോട്
സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറയുന്നത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പേടിയിൽ വർക്ക് ചെയ്യുകയാണ്, അതിനെ ക്ലിയർ ചെയ്യുകയാണ്, അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനെ ഹീൽ ചെയ്യുകയാണെങ്കിൽ, ചക്രാസ് ഇൻ്റർലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ മസ്കുലൈൻ എനർജിയിലുള്ള ആ ഒരു ഫിയറിനെയും അവരിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫിയറിനെയും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹീലാവുന്നു. അതേപോലെ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവരും ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺഫിഡൻസിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാരണം കൂടെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് ഹീലിംഗ് സെഷൻസിനായിട്ട്, കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.